തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. പക്ഷേ ഇത് ബിബ്ലിക്കൽ ബിസിനസ്സായത്. ഇത് ബ്രാഹ്മണന്മാർ ഇതാ ഫോളോ ചെയ്യുന്നത്, മാർവാടികൾ ഇതാ ഫോളോ ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സ്വർഗം കൊടുത്തില്ല, മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. എന്നിട്ട് നീ സ്വർഗത്തിൽ വാന്ന് പറഞ്ഞില്ല, ഇല്ല, നീ ഭൂമിയിൽ തന്നെ നിൽക്ക്, ഭൂമിയെ നീ സ്വർഗത്തെ പോലെ ആക്കണം. ഇറാനിൽ നമ്മൾ കണ്ടതാ, എത്രയോ വിശ്വാസികളെ സ്ലോട്ടർ ചെയ്ത് കൊന്നു കളഞ്ഞു. കാരണം എന്തായിരിക്കും? വൈ ഡിഡ് ദറ്റ് ഹാപ്പൻ ദേർ? ദൈവത്തിനെ കാക്കാൻ കഴിയത്തില്ലായിരുന്നു. വലിയ ചോദ്യം. അവിടെ നടന്നതിൻ്റെ കാരണം their law was not strong. ഇന്ന് ഇന്ത്യയിൽ ഞാനും സാമൂടിച്ചാനും പുറത്തിറങ്ങി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 25 28 45 എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം. അത് മാറ്റാനായിട്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കൊരു ദൈവകൃപയുള്ള ഒരു മനുഷ്യൻ അഡ്വൈസറായിട്ടുണ്ടായിരുന്നെ പറ്റിയാണ്. അതിനെക്കാട്ടിലും നല്ലത് പുള്ളി മാറ്റിയിട്ട് വേറെ ദൈവമായിട്ടിരുന്നെങ്കിലോ. നമുക്കപ്പോഴും അതാ പുള്ളിക്ക് അസിസ്റ്റന്റ് ഇനിയൊരു മാറ്റി കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. എടാ അവരെ മാറ്റി ഞാൻ ഇരുന്നിരുന്നെങ്കിലോ. നമ്മുടെ അത്ര കഴിവും നമ്മുടെ അത്ര സത്യസന്ധതയും നേരുമുള്ളവർ ആരാ ഉള്ളത്? പക്ഷെ നമുക്ക് ആ ഒരു കാഴ്ചപ്പാടില്ലാതെ പോയി. അത് ആര് പറഞ്ഞു? ആര് കാഴ്ചപ്പാട്? നമ്മൾ തന്നെ എഴുതി വെച്ച കാഴ്ചപ്പാടാണ്. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാനിരിക്കുക, ഭൂമി എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട പാസ്റ്റർ വിനോദ് ചാക്കോയുമായി നടത്തിയ അഭിമുഖം ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടാക്കി. ആ പ്രതികരണങ്ങളോട് പാസ്റ്റർ വിനോദ് ചാക്കോ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു എപ്പിസോഡിൽ അവസാനിക്കാത്തത് കൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഈ എപ്പിസോഡ് കൂടെ നിങ്ങൾ കേൾക്കുക. കാരണം നമ്മൾ സ്പിരിറ്റാണെന്നുള്ളത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ സ്പിരിറ്റിലാണ്. കോൺഷ്യസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ. ഇപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ കാര്യം പറഞ്ഞു, സാൽവേഷൻ്റെ മൈൻഡിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ അത് പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിക്കുവാണ്, സീഡ് വീണു എൻ്റെ ഉള്ളിൽ, അത് വേറൊരു ചോദ്യമാണ്. സീഡിൻ്റെ വിത്ത് വീണു, എൻ്റെ മനസ്സ് നല്ലതായതുകൊണ്ട് ഈ സാൽവേഷനാണ് 30, 60, 100 മേനിയായിട്ട് എൻ്റെ ഉള്ളിൽ വന്നത്. അങ്ങനെയാണോ? സാൽവേഷൻ എന്നത് ഒറ്റ ടൈം ഇങ്ങനെ എന്നെ രക്ഷിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, രക്ഷ. ബട്ട് അവിടെ പറയുന്നത് ഈ സീഡ് 30, 60, 100 മേനിയായിട്ട് നമുക്ക് ലാഭമായിട്ട് വന്നത്. അത് സാർ പറയുന്നത് അത് ബ്ലെസ്സിങ് ആണ്. സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. സാൽവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സ്വർഗത്തിൽ പോകുക അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല, ഭൂമിയിൽ ഞാൻ കംപ്ലീറ്റ് അനുഗ്രഹത്തോടു കൂടി ജീവിക്കുക എന്നുകൂടെ കൂടുതലാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. അത് വിശാലമായ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ആ നിമിഷത്തിൽ ലഭിക്കുന്ന ആ രക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. രക്ഷയുടെ കൂട്ടത്തിൽ അതൊരു പാക്കേജായിട്ട് പറയാം. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടു ഭൂമിയിൽ സമാധാനം ഇല്ലെങ്കിൽ എന്തിനാ? അല്ലെന്നേ, രക്ഷിക്കപ്പെട്ട ഒരാൾ അന്നേരം മരിച്ചു പോയാൽ അയാളുടെ ആത്മാവിന് ഇത് കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പാക്കേജിന്റെ ബാക്കിയൊന്നും ഉപയോഗപ്പെടുന്നില്ല. അത്രേ ഉള്ളൂ. പക്ഷേ പാക്കേജും കൂടെ കൂടിയാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. സാൽവേഷൻ്റെ അകത്ത് സമാധാനമുണ്ട്, സാൽവേഷൻ്റെ അകത്ത് സന്തോഷമുണ്ട്, സാൽവേഷൻ്റെ അകത്ത് ഉയർച്ചയുണ്ട്. സാൽവേഷൻ ഇപ്പം അബ്രഹാമിനെ കർത്താവ് തിരഞ്ഞെടുത്തു, പിന്നെ സാർ അബ്രഹാമിലോട്ട് പോവുക. കുഴപ്പമില്ല. അതെ, നമുക്കൊരു പിടിക്കുന്ന അവരുടെ ജീവിതത്തിലെ ഉയർച്ചകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓരോരുത്തരുടെ ജീവിതത്തിൽ പറഞ്ഞു, കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. 32-ാമത്തെ അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകം 32:15 പറയുന്നത്, ഉന്നതത്തിൽ നിന്ന് ദൈവാത്മാവ് എൻ്റെ മേൽ വന്നു, അപ്പോൾ എന്തായി? മരുഭൂമി തോട്ടമായി, മലർവാടിയായി, തോട്ടം കാടായി. അപ്പം മരുഭൂമിയുടെ മേൽ ന്യായം വസിച്ചു, നീതി വസിച്ചു.
അത് നെക്സ്റ്റ് ഇതിൽ വരേണ്ടതാണ്, നീതിയുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ, രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറും. തീർച്ചയായിട്ടും അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ വന്നിരിക്കുന്നത് മെയിൻ നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മളെ ഇവിടുന്ന് എടുക്കപ്പെടുക എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇപ്പം എഫേസ്യ ലേഖനത്തിൽ പറയുന്ന 1:14 ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് വീണ്ടെടുപ്പാകുവോളും പരിശുദ്ധ ആത്മാവ് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്. അപ്പം പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സാംകുട്ടി ചായൻ്റെ വീണ്ടെടുപ്പാകുവോളും. എന്താ വീണ്ടെടുപ്പാകുന്നത്? ക്രിസ്തു വരുമ്പോൾ, ഒന്നെങ്കിൽ ക്രിസ്തു വരണം അല്ലെങ്കിൽ മരിക്കണം. അന്ന് അവസാനത്തെ ശ്വാസം വരെ അല്ലേ, വീണ്ടെടുപ്പാകുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശത്തിൻ്റെ, അവകാശം എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിൽ നിന്ന് എനിക്ക് പൈതൃക സമ്പത്ത്, പിതാവിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഭൂമിയിൽ എനിക്ക് കിട്ടണം, അവകാശത്തിൻ്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ്, ഗ്യാരണ്ടി. അച്ചാരം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം ടോക്കൺ അഡ്വാൻസ് എന്ന് പറയും. അപ്പോൾ ഇപ്പം ഒരു 10 ലക്ഷത്തിൻ്റെ സ്ഥലം വാങ്ങിക്കാൻ പോവുക, നമ്മളൊരു എഗ്രിമെന്റ് എഴുതി ടോക്കൺ അഡ്വാൻസ് കൊടുക്കും. 1 ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കും അല്ലേ. 1 ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് ഓണറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉറപ്പാ, ഒരു ഷുവർട്ടി. എന്തിൻ്റെ? ഈ കച്ചവടം നടക്കുമെന്നുള്ളതിൻ്റെ ബാക്കി കൂടെ കിട്ടുമെന്നുള്ളത് അതിൻ്റെ ഉറപ്പാണ് അല്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് പിതാവിൽ നിന്ന് ബാക്കിയും കൂടെ കിട്ടും എന്ന ചത്തു കഴിഞ്ഞിട്ടല്ല, വീണ്ടെടുപ്പിന് മുൻപേ. ഒന്നോട് പറഞ്ഞേ, വീണ്ടെടുപ്പിന് മുമ്പേ. ദൈവം തിരഞ്ഞെടുത്തവർക്ക് വീണ്ടെടുപ്പ് ഉണ്ടാകുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി തന്നിരിക്കുന്നു. അത് വീണ്ടെടുപ്പിന് മുമ്പേ അച്ചാരം തന്നു. വീണ്ടെടുപ്പിൻ്റെ സമയത്തല്ലേ, അത് കഴിഞ്ഞല്ലേ ബാക്കിയുള്ളത് തരത്തു. വീണ്ടെടുപ്പും കൂടെ കൂടി വീണ്ടെടുപ്പിന് മുൻപേ പിതാവിൽ നിന്ന് നമുക്ക് വരേണ്ട എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധാത്മാവിനെ എന്തിനാണ് തന്നിരിക്കുന്നത്? ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമുക്ക് പിന്നെ ബാക്കി അനുഗ്രഹങ്ങളും കൂടെ കിട്ടും, വരും എന്നുള്ളതാണ്. അവ എപ്പോഴാ? കർത്താവ് അതാ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുകയും ചെയ്യും. അതിനിപ്പുറം അതെവിടെ എങ്ങനെ തെളിയിക്കും? വീണ്ടെടുക്കും വരെ എന്നല്ല പറഞ്ഞിരിക്കും. വീണ്ടെടുക്കും വരെ. അപ്പൊ എന്തുവാ വീണ്ടെടുക്കപ്പെടുന്നത്? എന്നാ? കർത്താവ് വരുമ്പോഴാ അല്ലെങ്കിൽ മരിക്കുന്നത്? അപ്പൊ മരിക്കുന്നതിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ പിതാവിൽ നിന്ന് ബാക്കി വരേണ്ടതിനും പരിശുദ്ധാത്മാവ് ആരാ? ടോക്കൺ അഡ്വാൻസ്. പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയും സാറേ അതെല്ലാം ഈ സ്പിരിച്വൽ തലത്തിലെ ഗിഫ്റ്റ് അല്ലേ, അല്ലാതെ ഭൗതികമല്ല. എല്ലാം ഇപ്പം പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളപ്പോൾ ഭൂമിയിലുള്ള കാര്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. നമ്മളെ സ്പിരിച്വൽ സ്വർഗത്തിൽ നടത്താനല്ല വന്നിരിക്കുന്നത്, ഭൂമിയിൽ. അപ്പോൾ യേശു പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഗൈഡായി പുള്ളി അല്ലേ. അവൻ ഏതിലാണ് നടത്തുന്നത്? എല്ലാ സത്യത്തിലും നടത്തും. എല്ലാ സത്യം എന്ന് പറഞ്ഞാൽ എല്ലാ സത്യത്തിലും എന്ന് പറയുമ്പോൾ നമുക്ക് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് അപ്പം നന്മയിൽ തന്നെ നടത്തും അല്ലേ. അപ്പം നന്മയിൽ കൂടെ നടന്നാൽ പിന്നെ എന്തില്ലെന്നാ? തിന്മയിലൊന്നും നമ്മൾ പോകത്തില്ല. അപ്പം നന്മയിൽ നടന്നാൽ നമുക്ക് ബ്ലെസ്സിങ് ഇല്ലേ സാറേ? അത് മനസ്സിലായി. അതെല്ലാം ഒരു ആത്മീയ തലത്തിലല്ലേ പറയുന്നത്. അതിനപ്പുറത്ത് ഇത് ഭൗതിക നേട്ടത്തിന്റെ കാര്യമല്ലല്ലോ. ഇതിനകത്ത് ഭൗതികം ഉണ്ടല്ലോ. അതെവിടെ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ നന്മയിൽ നടന്നാൽ പിന്നെ ഭൗതികം വരാതെ തന്നെ ഭൗതികം വരത്തില്ല നന്മയിൽ നടന്നാൽ. അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തലനായ പൗലോസ് അതിസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു, കപ്പലുടമയായിരുന്നു, കാര്യമൊക്കെ ശരി. അവൻ മരിക്കുമ്പോഴത്തേനും അവന് പുതപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മരണം സംഭവിക്കുന്നത്. അന്നും പറഞ്ഞു അവന് ആഹാരം ഇല്ലാണ്ട് കിടന്നെന്നാണോ? അല്ല, ആഹാരമല്ലല്ലോ, ലക്ഷറി ലൈഫ് അവന്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ലല്ലോ. അവൻ സുവിശേഷത്തിന് വേണ്ടി അതെല്ലാം ത്യജിക്കുകയല്ലേ ചെയ്തത്. പുള്ളി ത്യജിച്ചു അല്ലേ? പുള്ളി സ്വയം ത്യജിക്കുക ചെയ്തത്. അതെ അല്ലേ? അതെ. ത്യജിച്ചു എന്ന് പറയുന്നത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡാണത്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ത്യജിച്ചത്, ഉള്ളതല്ലേ ത്യജിച്ചത്. ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് വന്നതുകൊണ്ടോ ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ടോ വന്ന സമ്പത്തൊന്നും അല്ലല്ലോ. അല്ല, ഇതിൻ്റെ അകത്ത് വന്ന് കഴിഞ്ഞിട്ട് അവന് സമ്പത്തൊന്നും കിട്ടിയിട്ടില്ലേ?
മേ ബി കിട്ടാൻ സാധ്യതയില്ലല്ലോ. കിട്ടിയതായിട്ട് നമ്മൾ ബൈബിളിലൊന്നും കാണുന്നില്ല. പലയിടത്തും പോയപ്പോൾ അവർക്ക് സ്തോത്ര കാഴ്ചകൾ കിട്ടി. ആ സ്തോത്ര കാഴ്ച പലയിടത്തും പിരിവെടുത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പലയിടത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലേ? ഉണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ട് അല്ലേ? അപ്പൊ കുറവൊന്നും ഇല്ലാണ്ടല്ലേ നടന്നത്. അന്നത്തെ കപ്പൽ യാത്ര പലവട്ടം പട്ടിണി, പൈതാഹം, ബുദ്ധിമുട്ട്, പിന്നെ കള്ളന്മാരാലുള്ള ആപത്ത്, വെള്ളത്തിലുള്ള അപകടം, ഇങ്ങനെ ഒത്തിരി ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അല്ല, കഷ്ടമില്ലെന്നല്ലോ അവിടെ പറഞ്ഞത്. അന്നത്തെ കപ്പൽ യാത്ര എന്ന് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റായിരുന്നോ ചീപ്പായിരുന്നോ? എക്സ്പെൻസീവ് അല്ല, അന്നത്തെ ബെസ്റ്റ് യാത്രയായിരുന്നു കപ്പൽ യാത്ര. ഇന്നത്തെ വന്ദേ ഭാരത്തിൽ പോകുന്ന യാത്രയാണ് അന്നത്തെ കപ്പൽ യാത്ര അല്ലേ? അപ്പം ദേ ട്രാവൽഡ് ഇൻ ദ ഷിപ്പിൽ പോയത് അവൻ തടവുകാരനായിട്ടല്ലേ പോയത്? പലയിടത്ത് യാത്ര ചെയ്തതെല്ലാം നല്ല കപ്പൽ യാത്ര ചെയ്തപ്പോഴേക്കും. അപ്പം പോകുന്ന അവർ ലൈഫ് ജീവിച്ചത് ഒരിക്കലും ബെഗേഴ്സിനെ പോലെ ആയിരുന്നില്ല. അല്ല, അവർ നീറ്റായിട്ടും ദാരിദ്ര്യം ആയിട്ടല്ല ജീവിച്ചത്. ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ വന്ദേ ഭാരത്തിൽ പോകണില്ലെങ്കിൽ ഫ്ലൈറ്റ് ഇന്നത്തെ കപ്പൽ ഫ്ലൈറ്റ് പോലെയാണ് അല്ലേ? ഫ്ലൈറ്റിലെ യാത്ര പോകുന്ന സാധാരണ ചീപ്പായിട്ടുള്ളവരാരെങ്കിലും പോകാൻ പറ്റുമോ? അവന് സംബന്ധമായിട്ടുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പം പുള്ളിയും നീറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പാടില്ല എന്നല്ല, എനിക്ക് കഷ്ടം വരത്തില്ലെന്നോ ദുഃഖം വരത്തില്ലെന്നോ പോരാട്ടം വരില്ലെങ്കിൽ എനിക്ക് ഇല്ലായ്മ വരത്തില്ലെന്നോ ഒന്നുമില്ല. അല്ല, ഈ പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഭൗതിക നേട്ടങ്ങളെ കൂടെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള നമ്മുടെ ആ മരണത്തിന് മുമ്പുള്ള ഭൗതിക നേട്ടങ്ങളുടെയും കൂടെ കാര്യമാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു അപകടം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ആണോ അതോ ഭൂമിയിൽ ഒന്നും ഇല്ലാത്തവനായിട്ട് ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ എന്തോ ദൈവം പുള്ളിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കണം, എന്നും സൈക്കിളിൽ തന്നെ പോകണമെന്നാണോ? അല്ല, ബിസിനസ് ദൈവം ആഗ്രഹിക്കത്തില്ല. ഇല്ലല്ലോ, അവന് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെ അല്ലേ? പ്രൊവിഷൻ ഉണ്ട് അവന്, അനുഗ്രഹിക്കപ്പെടാനുള്ള പ്രൊവിഷൻ. ഒരു പാസ്റ്ററേ ഉള്ളൂ 150 പേരുടെ വിശ്വാസിക്കകത്ത് അല്ലേ? അതെ, 150 പേരും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടാലേ ഈ പാസ്റ്ററിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും പട്ടിണിയായിരിക്കണം, ദരിദ്രരായിരിക്കണം, അല്ലെങ്കിൽ കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കണം. പാസ്റ്റർ എങ്ങനെ നടക്കും? അപ്പം പാസ്റ്റർ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അനുഗ്രഹിക്കപ്പെടട്ടെ. അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന അത്രേ ഉള്ളൂ, എൻ്റെ സഭയിലുള്ള വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വളരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതോടുകൂടി ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് കിട്ടട്ടെ. ക്രിസ്തുവിനോടുള്ള ഒരു വെളിപ്പാട് കിട്ടിയാലേ അവർക്ക് രാജ്യത്തെക്കുറിച്ച് ചിന്ത വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ സഭയിൽ കഴിഞ്ഞ ആഴ്ച 25,000 രൂപ ഒരാൾ എനിക്ക് ദശാംശം തന്നു. അപ്പം അവനെത്ര കിട്ടിക്കാണും? 2.5 ലക്ഷം രൂപ കിട്ടിയിട്ടില്ലേ? എനിക്കതുകൊണ്ട് അസൂയാണോ? ഇല്ല, അവനോട് ദൈവത്തോട് കർത്താവ് അത്രയും വേണ്ടവന് 50 നിർത്തിയാൽ അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അയ്യോ, എന്തോ കഷ്ടമാ, പാവം. അല്ല, നാളെ അവൻ ചിലപ്പോൾ അവൻ്റെ കാറ് മാറ്റിയിട്ട് നല്ലൊരു കാറേ വരും. അപ്പം ഞാനതിന് അസൂയപ്പെടുന്നോ? ഒരിക്കലും പാടില്ല. അപ്പം നമ്മുടെ ചർച്ചിലെ ആളുകൾ എല്ലാവരെക്കാട്ടിലും ബെസ്റ്റായിട്ട് ജീവിക്കട്ടെ. ദൈവം അത് ആഗ്രഹിക്കുന്നത്, അത് ബ്ലെസ്ഡായിട്ട് ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് ബ്ലെസ്സിങ്ങാണ്. നമ്മൾ പറഞ്ഞു വന്നത് വിത്തിനെ കുറിച്ചാണ്. അത് വീണ ഹൃദയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അവിടെയാണ് അത് ബ്ലെസ്സിംഗ്. സാൽവേഷൻ ആൻഡ് ഓൾസോ സാൽവേഷൻ്റെ കൂടെ ബാക്കി നമ്മുടെ ജീവിതത്തിലെല്ലാം വിത്തുകൊണ്ട് മാത്രമേ, ശബ്ദമാകുന്ന വചനത്താൽ മാത്രമേ നമുക്ക് ബ്ലെസ്സിങ് ഉള്ളൂ. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ശബ്ദം കൊണ്ട് എന്ത് ചെയ്യാനാ? രക്ഷയോടുകൂടി നമ്മൾ മരിക്കുന്നത് വരെയും നമുക്ക് കിട്ടുന്നത് സകലതും ഈ ശബ്ദത്തിലാണ്. ശബ്ദം കൊണ്ടേ കിട്ടത്തുള്ളൂ, വേറെ ഒരു മാർഗം നമുക്കില്ല. നമ്മൾ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദങ്ങൾ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞില്ല.
എൻ്റെ ആടുകൾ വേറെ ഒന്നും ചെയ്യത്തില്ല, അവൻ എൻ്റെ ശബ്ദം ഒന്ന് കേട്ടും അനുസരിച്ചും പിൻപറ്റും. 3 കാര്യം. അതുതന്നെ ഞാൻ വിത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നല്ല മനസ്സെന്നാന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കി അവരതുപോലെ നടക്കും, അനുസരിക്കും. അപ്പോൾ അവർ അനുസരിക്കുന്ന ആൾക്ക് 30, 60, 100 മേനെയും കിട്ടും. രക്ഷയോട് കൂടിയാണ്, രക്ഷയും കൂടെ കൂടി ബാക്കിയുള്ളതെല്ലാം നന്മയുടെ കാര്യ ഭൂമി പറയുന്നത്. നമുക്ക് ആശ്രയിപ്പാൻ ഈവൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പോലും ദേ ഹാവ് ടു ട്രസ്റ്റ് ഇൻ ദ വേർഡ്. വചനത്തിലാണ് ട്രസ്റ്റ് ചെയ്ത് അവൻ ബിസിനസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെയാണ് നമുക്ക് ബ്ലെസ്സിങ് വരുന്നത്, അവിടെയാണ് ബ്ലെസ്സിങ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എക്ലേഷ്യാസ്റ്റിസിലൊരു വാക്യമുണ്ട് 2:26. അത് മലയാളത്തിൽ നിന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. സാറേ, സഭാപ്രസംഗി 2:26 വായിക്കാൻ പറഞ്ഞേ? അതെ. തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പൈസ തരുമെന്ന് പറഞ്ഞു. പൈസ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, കർത്താവിന് നോട്ടടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് വായിക്കാം. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യാനുള്ള കഷ്ടപ്പാടും. ചിരിക്കല്ലെന്ന് പറഞ്ഞാലും ചിരിക്കരുതെന്ന് വിചാരിച്ചു ഞാനിന്ന് തുടങ്ങിയത്. തമ്പുരാൻ്റെ ഓരോ കാര്യങ്ങളല്ലേ. ഇതൊന്നുകൂടെ വായിക്കാം ഞാൻ, ഒന്നുകൂടെ. അവൻ നൽകിയിട്ടല്ലാതെ 26. തനിക്ക് പ്രസാദമുള്ള മനുഷ്യൻ അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. ഇത് ബിബ്ലിക്കൽ ബിസിനസ്സായത്. ഇത് ബ്രാഹ്മണന്മാർ ഇതാ ഫോളോ ചെയ്യുന്നത്, മാർവാടികൾ ഇതാ ഫോളോ ചെയ്യുന്നത്. നമുക്ക് കഷ്ടപ്പെടാനുള്ളതല്ല. സാം കുട്ടിച്ചായന് ഇത് ഒരു 10 ലക്ഷം 1 കോടി കൊടുത്ത് ഇത് വലുതാക്കണം. സാം കുട്ടിച്ചായൻ്റെ പൈസയല്ല വേണ്ടിയത്, ദൈവത്തിൻ്റെ വാക്ക്. ഞാൻ ബുദ്ധി ദൈവം ബുദ്ധിയാണ് തരുന്നത്. ഇതുകൊണ്ട് ഒരു 10 പേർക്ക് അവരുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ആകുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്താണോ ബിസിനസ്, അത് ജാതികളുടെ ആളുകൾക്ക് അവരുടെ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആണെങ്കിൽ ദൈവം ബുദ്ധിയെ തരത്തുള്ളൂ. അവൻ്റെ വിഷയത്തിനൊരു സൊല്യൂഷൻ നിൻ്റെ ബിസിനസ് ആയിരിക്കണം. ആകുമെങ്കിൽ അവൻ്റെ പൈസ കൊണ്ടുവന്ന് നിൻ്റെ മുറ്റത്ത് വെക്കും. നമ്മളോട് കഷ്ടപ്പെടാനല്ല ദൈവം തന്നിരിക്കുന്നത്, നമുക്ക് ദൈവം ബുദ്ധിയാണ് തന്നിരിക്കുന്നത്, ജ്ഞാനമാണ് തന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ബിസിനസ് യഹൂദികൾ ചെയ്യുന്ന ബിസിനസ്സാണ്. ഇന്ന് നിങ്ങളൊരു ഫോൺ വിളിച്ചാൽ അതിൻ്റെ അകത്തെ ഒരു പൈസ യഹൂദന് പോകും. കാരണം ഫോൺ അവനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, സിം അവനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തെ ഒരു പൈസ ട്രാൻസാക്ഷൻ അവിടെ പോയിരിക്കും. അപ്പോൾ ദൈവം പ്രസാദിക്കുന്നവർക്ക് കഷ്ടപ്പാടല്ല കൊടുക്കുന്നത്, ജ്ഞാനവും അറിവും സന്തോഷവും. അപ്പം നമ്മൾ തപ്പേണ്ടത് ഹൗ ക്യാൻ ഐ ബി എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ഇഫ് യു ഫൈൻഡ് എ സൊല്യൂഷൻ, നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇടീ ലോകം അവൻ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടല്ലോ, റെഡിയാ, നമ്മുടെ മടിയിൽ കൊണ്ട് നോക്കും. പക്ഷേ എൻ്റെ അവസാനം അതും മായയും വൃഥാ പ്രയത്നവും അത്ര. എവറിത്തിങ് ഈസ് മായാനെ. ഇതിൻ്റെ അകത്ത് നമ്മളാരും ഒന്നും കൊണ്ടുപോകുന്നില്ല. സകലവും മായ. നമ്മൾ എന്തുണ്ടെങ്കിലും ഒന്നും കൊണ്ടുപോകുന്നില്ല എല്ലാം. ബട്ട് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് അവർ ലൈഫ് ഹിയർ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ബ്ലെസ്സഡായിട്ട് നമ്മുടെ ശരീരത്തിനും നമുക്ക് കാര്യങ്ങൾക്കും ഒക്കെ നീറ്റായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കേണ്ടത് ദൈവം നമുക്ക് തരും.
ഓക്കെ, അടുത്ത ഒരു കാര്യം കൂടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കൂട്ടത്തിൽ വാഴുക എന്ന് പറഞ്ഞു. വാഴുക, അത് നമ്മുടെ ഈ പെന്തക്കോസ്ത് സർക്കിളിൽ സാധാരണഗതിയിൽ ഈ വാഴുക എന്നുള്ള വാക്ക് അധികം ഉപയോഗിക്കാറില്ല. ഇല്ല. നമുക്കതിൻ്റെ ഒരു പലരും എന്നെ നേരിട്ട് വിളിച്ച ഈ കമൻറ്റിൽ ഞാനതൊന്നും കണ്ടില്ല. വാഴുന്നതിനെ കുറിച്ച് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ എന്നെ വിളിച്ച പലരും അത് എങ്ങനെ ശരിയാകും, വാഴുക, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ വാഴുക എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താ? നമുക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സ്വർഗം കൊടുത്തില്ല. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. എന്നിട്ട് നീ സ്വർഗത്തിൽ വാന്ന് പറഞ്ഞില്ല. ഇല്ല, നീ ഭൂമിയിൽ തന്നെ നിൽക്ക്. ഭൂമിയെ നീ സ്വർഗത്തെ പോലെ ആക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയെ സ്വർഗത്തെ പോലെ ആക്കണം. അതാ ദൗത്യം. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ വിഷൻ, നമ്മുടെ മിഷൻ, നമ്മുടെ കർത്താവ് ഫസ്റ്റ് വന്ന് പ്രസംഗത്തിൻ്റെ ഫസ്റ്റ് ദൗത്യം അതായിരുന്നു, രാജ്യം വന്നിരിക്കുന്നു. സോ റിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇതിനകത്ത് മാനസാന്തരപ്പെടുവിൻ, അല്ല മാനസാന്തരപ്പെടുവാനാണോ? അല്ല, അങ്ങനെ ദൈവരാജ്യം ഫസ്റ്റ് പ്രസംഗം മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അങ്ങനെ ആദ്യത്തെ പ്രസംഗം. ഈ മാനസാന്തരപ്പെടുവീൻ എന്ന് പറയുന്നതിൻ്റെ റിയൽ മീനിങ് മനസ്സിന് രൂപാന്തരം ഉണ്ടാകുക, മനസ്സിന് തിരിയുക, അബൌട്ട് ടേൺ എന്ന് പറഞ്ഞാൽ ഉൾട്ടാ തിരിയുക. മനസ്സ് ഉൾട്ടാ തിരിയുക എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനെ കേട്ടനുസരിച്ചുകൊണ്ട് നിന്ന മനസ്സേ, ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തിലോട്ട് മനസ്സിനെ തിരിക്കുക. അപ്പം ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഡൊമിനിയൻ ചെയ്യാൻ പറഞ്ഞത്, നമ്മളെ ആക്കി അധികാരം തന്നത്? കാരണം ഇത് സിസ്റ്റമാറ്റിക് ആകാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റമാറ്റിക് ആകുന്നതിന് മുന്നേ അവൻ തട്ടിത്തെറിച്ച് അവൻ അധികാരം ഏറ്റെടുത്തു. ഇന്ന് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ അധികാരത്തെ ഇവിടുന്ന് ഇല്ലാണ്ടാക്കി നമ്മളിവിടെ വാഴണം. എല്ലാ റെലമും നമുക്ക് നമ്മുടെ ആക്സസ് ഉണ്ടാകണം. ഇതിൻ്റെ അകത്ത് ഭൂമിയിൽ വസിക്കാൻ നമുക്ക് ആക്സസ് ഇല്ലാത്ത ഒരിടം ഉണ്ടാകരുത്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളാണ്, എല്ലായിടത്തും ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഒരു പൂജ ചെയ്യാത്ത ഒരു ഹോട്ടലിൽ താമസിക്കാൻ പറ്റുമോ? പൂജ ചെയ്യാത്ത ഹോട്ടലിൽ താമസിക്കാൻ പറ്റുമോ? അത് ഹിന്ദുക്കളുടെ ഹോട്ടലല്ലാതെ, മുസ്ലിങ്ങളുടെ അല്ലാതെ ഹോട്ടലുണ്ടോ? കിട്ടാൻ പാടാ. പൂജ ചെയ്യാത്ത ബസ്സേ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഒരു ആര്യഭവനിൽ കയറി ഭക്ഷണം കഴിച്ചാൽ പോലും അത് ആദ്യം അവരുടെ ദൈവത്തിന് ഇത് ചെയ്തിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ പോകാത്തത്? സ്വർഗത്തിൽ പോകാനിരിക്കുകയാണ്. ഈ പറഞ്ഞ വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ, പൊളിറ്റിക്സ്, എൻ്റർടൈൻമെൻറ്റ്, ഇതിലെല്ലാത്തിലും നമുക്ക് ആക്സസ് ഉണ്ടാകണം. ഇപ്പോഴത്തെ രാജ്യത്തെ ഭരിക്കുന്ന മെയിൻ കാര്യങ്ങൾ ഇതെല്ലാം. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രി, പൊളിറ്റിക്സ്, റിലീജിയൻ, പിന്നെ എഡ്യൂക്കേഷന്, ഇതിലൊക്കെ എല്ലാത്തിലും നമ്മുടെ കൈ ചെന്ന് ഇപ്പം why United States became a superpower? Only because they respected the word of God. ഏതോ ഒരു കാലത്ത് ദൈവജനത്തെ റെസ്പെക്ട് ചെയ്തു. അതിൻ്റെ അതുണ്ടായിരുന്ന എല്ലാ ഇപ്പോഴും കുറേ ആളുകൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം why did Christian countries became so much of superpower? കാരണം അവർ ഈ വാല്യൂസിനെ എടുത്ത്, ഈ വാല്യൂസിനെയാണ് അവരുടെ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി വച്ചിരിക്കുന്നത്. ഈ ബൈബിളിലെ വാല്യൂസാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം, മനസ്സിലായില്ലേ? പക്ഷെ അതേ ഇന്ന് ഇപ്പം ഇംഗ്ലണ്ടിലായിക്കോട്ടെ, UK ആയിക്കോട്ടെ, അവരുടെ പ്രശ്നം ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജാതിയുടെ ലോയും കൂടെ ഇതായി വന്നുകൊണ്ടിരിക്കുക.
മനസ്സിലായില്ലേ? അതിലേക്ക് മെർജ് ചെയ്ത് വരിക. മറിച്ച് ചെയ്തുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കയറി നമുക്ക് പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരിക. അപ്പം രാജ്യം വാഴണമെങ്കിൽ എല്ലാ തലത്തിലും നമ്മളവിടെ എല്ലാ മേഖലയിലും വിശ്വാസികളുടെ ഒരു എല്ലാ മേഖലയിലും ഉണ്ടാകണം. പൊളിറ്റിക്സ് പിശാചിൻ്റെയാണ്. ആര് പറഞ്ഞു? മൊത്തം അഴിമതിയൊക്കെ അല്ലേ സാറേ? നിങ്ങൾ ചെന്നിട്ട് അഴിമതി ചെയ്യണ്ട. അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കുമോ? പറ്റും. എങ്ങനെ? അത് പറ്റിയിട്ടുള്ളവരുണ്ടല്ലോ. ഇപ്പം ആൻ്റണി സാർ, അത് പുള്ളിക്ക് ദൈവവിശ്വാസം പോലും ഇല്ലായിരുന്നു. ഇല്ലാതെ തന്നെ പുള്ളി ഇതുവരെ ഒരു അഴിമതി പോലും പിടിക്കുകയോ അഴിമതി ഇല്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള ഒരു പേര് കിട്ടിയിട്ടുണ്ട് അല്ലേ? പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ മേലെ. ഒരു വിശ്വാസിക്ക്, നല്ലൊരു വിശ്വാസിക്ക് ചെന്നാൽ ചെയ്യാൻ പറ്റത്തില്ലേ? ഇപ്പം ഇവിടെ പെന്തിക്കോസ്, കേരളത്തിലെ പെന്തിക്കോസ് വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുക ഈ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്നലെ മാതൃഭൂമിക്കകത്ത് വലിയ വാർത്ത ഉണ്ടായിരുന്നു. പെന്തിക്കോസ് സഭകളെല്ലാം കൂടെ ഇവിടുത്തെ ഇലക്ഷനെ ഇത് ചെയ്യാൻ പോകുന്നു, ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ട്. ചെയ്യണം. ഞാൻ പറഞ്ഞത് റൂളിംഗ് പവറിലേക്ക് നമ്മൾ വരുമ്പോഴേ നമുക്ക് ഇവിടെ ഇവിടെ ഇത്രയും നേരം അല്ല പെന്തിക്കോസിലിപ്പം പിന്നെ ഈ 1-2 പേരൊക്കെ പാസ്റ്റർ TJ സാമുവേൽ, ബാബു ചെറിയാൻ തുടങ്ങിയവരാണ് ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിനൊന്നും ഒരു സ്പിരിച്വൽ പിന്നെ എന്താ പറയുക, ഒരു തിയോളജിക്കൽ ബേസ് പറഞ്ഞില്ല. ഇപ്പോൾ സാറാണ് അതിന് തിയോളജിക്കൽ ബേസ് ഞാൻ കൊടുക്കാം. ഇസ്രായേലിലെ യാക്കോബും കുഞ്ഞുങ്ങളും പട്ടിണിയായി ചാകാൻ പോവാ. ദൈവം എന്ത് ചെയ്തു? മിസ്രൈമിലോട്ട് വിട്ടു. ആരെ വിട്ടു? നേരത്തെ ജോസഫിനെ വിട്ടു. നേരത്തെ ജോസഫിനെ വിട്ടിട്ട് എന്താക്കി മാറ്റിയവനെ? അവനെ അവിടുത്തെ രാജാവ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പേഴ്സൺ ആക്കി മാറ്റി. എന്തുവാ പുള്ളിക്ക് എന്തെങ്കിലും എന്താ പറയുന്നത്, ഈ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അതോ പൊളിറ്റിക്സ് കൊണ്ട് എന്തെങ്കിലും നന്മ വരുമെന്ന് മുന്നമേ കണ്ടിട്ടാണോ? ഒന്നുമല്ല, ദൈവം അവനെ അവിടെ ആക്കി. എന്തിനാക്കിയത്? അവൻ്റെ പിന്നെ ഫാദറും സഹോദരങ്ങളും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ജനത. ഒരു കാലത്ത് ഇവർ പട്ടിണിയാകുമെന്നും ഇവരെ കാക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അവിടെ അനുഗ്രഹമുണ്ടെന്നും അവനെ അവിടെ ആക്കണമെന്നും ആക്കി എത്ര വർഷം മുൻപേ അവനെ അവിടെ ആക്കിയിട്ട് ഇവർക്ക് പട്ടിണിയും കൊടുത്ത് ഇവരെ കൊണ്ടുവന്നിട്ട് ഈ വന്ന 70 പിന്നെ 30 ലക്ഷമായിട്ട് അവിടെ പെരുകിയത്. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഇപ്പം ഈ കേരളത്തിൽ ഈ രാഷ്ട്രീയ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പല പ്രസംഗകരും പറയുന്നത് പണ്ട് നമുക്ക് ഇതൊന്നും കണ്ടുകൊണ്ടല്ല നമ്മളാരും ഇറങ്ങിത്തിരിച്ചത്, നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല, ദൈവം നമ്മളെ കാക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഈ രാഷ്ട്രീയക്കാരാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നോ, അത് ഞാൻ പറയാം. ദൈവം ഇങ്ങനെ മനുഷ്യനിലൂടെയാണല്ലോ വർക്ക് ചെയ്യുന്നത് അല്ലേ? വി ഹാവ് ടു റെസ്പെക്ട് ദ ലാൻഡ് ലോ. ഓക്കെ, ഇറാനിൽ നമ്മൾ കണ്ടതാ, എത്രയോ വിശ്വാസികളെ സ്ലോട്ടർ ചെയ്ത് കൊന്നു കളഞ്ഞു. കാരണം എന്തായിരിക്കും? വൈ ഡിഡ് ദറ്റ് ഹാപ്പൻ ദേർ? ദൈവത്തിനെ കാക്കാൻ കഴിയത്തില്ലായിരുന്നു. വലിയ ചോദ്യമാണ്. അവിടെ നടന്നതിൻ്റെ കാരണം their law was not strong. അവിടുത്തെ നിയമം, രാജ്യത്തിൻ്റെ നിയമം സ്ട്രോങ് അല്ലായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ ഞാനും സാമൂടിച്ചാനും പുറത്തിറങ്ങി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 25-ലും 28-ലും 45-ലും എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം മാറ്റാനായിട്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒറ്റ ഒരു ബലത്തിലാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വി ഹാവ് ടു റെസ്പെക്ട് ദ ലാൻഡ് ലോ. ലാൻഡ് ലോ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ ലാൻഡ് അനുവദിക്കുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് കംപ്ലീറ്റ്ലി എന്താകണം, പിന്നെ നാശം ചെയ്യുന്ന ഇതിലേക്ക് വരണത്. അപ്പോൾ ലാൻഡ് ലോ എന്ന് പറയുന്നത് വി ഹാവ് ടു റെസ്പെക്റ്റ് ഇറ്റ്. നമ്മൾ ഇപ്പം പൊളിറ്റിക്സിൽ എന്തുകൊണ്ട് വരാൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റുക ചെയ്യുന്നത്.
സ്ലോലി വേണ്ട, ഇനിയിപ്പോൾ റാപ്പിഡായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഒരു 2-3 ഇയേഴ്സിൽ ഈ പറഞ്ഞ ആർട്ടിക്കിൾസിനെയൊക്കെ അവർ തിരുത്തി ഡൈല്യൂട്ട് ചെയ്യും. അവർ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി എന്തുകൊണ്ടാണ് ചൈനയിൽ ഓപ്പൺ ചർച്ച് നടക്കാത്തത്? ദൈവകൃപ ഇല്ലേ ഇവിടെ? ദൈവത്തിന് ശക്തിയില്ലേ? ഇവരെല്ലാം കൂടെ കാത്ത് സൂക്ഷിക്കാൻ. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഒളിച്ച് പാത്ത് അണ്ടർഗ്രൗണ്ടിൽ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് അവരെല്ലാം കൊണ്ട് ജയിലിലിടുന്ന കാര്യം എന്താ? എടാ, ലാൻഡ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ് ലോയിലൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ലാൻഡ് ലോയിലും കൂടെ വേണം കാര്യം നടക്കണമെങ്കിൽ. ആ ലോ ചേഞ്ച് ചെയ്യാൻ ദൈവത്തിന് സാധിക്കുമല്ലോ, പലയിടത്തും നടന്നിട്ടുണ്ടല്ലോ. ലോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ദൈവത്തിന് അനുകൂലമായിട്ടുള്ള ആളുകൾ വരണം, അതിനുവേണ്ടി നിൽക്കാൻ ആൾ വേണം. പൊളിറ്റിക്സിൽ എന്തുകൊണ്ടുണ്ടാകണം? ഇപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ പേരിൽ പിണറായി വിജയന് ബുദ്ധി കൊടുക്കണേ. എടാ, ആ പുള്ളി പാപിയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസം ഇല്ലാത്ത പുള്ളിക്ക് എന്ത് ബുദ്ധിയാണ് നമ്മൾ ഇന്ത്യക്ക് കൊടുക്കാൻ പോകുന്നത്? എന്ത് ബുദ്ധി നന്നാകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? പുള്ളിക്കൊരു ദൈവകൃപയുള്ള ഒരു മനുഷ്യൻ അഡ്വൈസറായിട്ടുണ്ടായിരുന്നെ പറ്റിയാണ്. അതിനെക്കാട്ടിലും നല്ലത് പുള്ളി മാറ്റിയിട്ട് വേറൊരു ദൈവകൃപയായിട്ടിരുന്നെങ്കിലോ. നമുക്കപ്പോഴും അതാ പുള്ളിക്ക് അസിസ്റ്റന്റ് ഇന്ത്യയോട് മാറ്റി കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. എടാ, അവരെ മാറ്റി ഞാനിരുന്നെങ്കിലോ? ഏതാ എളുപ്പം പറ. എനിക്കെന്നാ CM ആയി രാജ്യം ഭരിക്കാൻ മേലെ? അല്ല, ഓഫ് കോഴ്സ് നമ്മൾക്ക് എല്ലാം പ്രായപൂർത്തിയായ നമ്മുടെ അത്ര കഴിവും നമ്മുടെ അത്ര സത്യസന്ധതയും നേരുമുള്ളവർ ആരാ ഉള്ളത്? പക്ഷെ നമുക്ക് ആ ഒരു കാഴ്ചപ്പാടില്ലാതെ പോയി. അത് ആര് പറഞ്ഞു? ആര് കാഴ്ചപ്പാട്? നമ്മൾ തന്നെ എഴുതി വെച്ച കാഴ്ചപ്പാടാണ്. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാനിരിക്കുക, ഭൂമി എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഈ ഭൂമിയെ ദൈവരാജ്യമാക്കി മാറ്റാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം കർത്താവേ. ഭൂമി ദൈവരാജ്യമാകണമെങ്കിൽ നേതൃത്വ മെയിൻ ലൈൻ ലീഡർഷിപ്പ് ലെവലിൽ നമ്മൾ വരണം. ഞാൻ കൊളംബിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൽ പോയായിരുന്നു. അവിടെ സീസർ കാസലാനോസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അവരുടെ 7 ലക്ഷം പേരാ ചർച്ചിൻ്റെ സ്ട്രെങ്ത്ത്. സിറ്റി 15 ലക്ഷം പേരാണ് ഉള്ളത്. സിറ്റിക്കകത്ത് 15 ലക്ഷം പേരും 7 ലക്ഷം പേര് ചർച്ച് മെമ്പേഴ്സാണ്. 17 ആരാധനയുണ്ട്. 35,000 പേരുടെ സ്റ്റേഡിയത്തിൽ 17 ആരാധന നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6 മണി തൊട്ട് സൺഡേ 6 മണി വരെ 1.5 മണിക്കൂർ വെച്ചുള്ള ആരാധനകൾ ഇങ്ങനെ 17 വർഷിപ്സ് നടക്കും. ഞാൻ ഒരു സെൽ ഗ്രൂപ്പിൽ എന്നെ കൊണ്ടുപോയി. അവരുടെ ചെറിയൊരു 12 പേരുടെ സെൽ ഗ്രൂപ്പിൽ കൊണ്ടുപോയപ്പോൾ ഫ്രണ്ടിൽ 2 ഗൺമാൻസ്. ഞാൻ ഓർത്തിന് നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അവൻ ചാച്ചി എന്നിട്ട് ഈ ഗൺമാനൊക്കെ ഉള്ളിൽ കളക്ടർ ഇരിപ്പുണ്ടെന്ന് സെൽ ഗ്രൂപ്പിലെ ഉള്ളിലത്തെ സെൽ ഗ്രൂപ്പിൽ കളക്ടർ ഇരിപ്പുണ്ട്. സിറ്റി പ്ലാനിങ് കമ്മീഷണർസ്, പോലീസ് കമ്മീഷണർസ്, അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ അസിസ്റ്റൻസ് എല്ലാം ഇവരുടെ ചർച്ചിലെ മെമ്പേഴ്സാണ്. അവൻ എന്ത് ബ്യൂട്ടിഫുള്ളായിരിക്കും അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇത്രയും വലിയ ഇന്ത്യയിൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് നമുക്കെന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല? അല്ല, അമേരിക്കക്കാർക്ക് പ്രസിഡൻറ്റ് ക്രിസ്ത്യൻ ആകാമെന്ന്, പക്ഷേ ഇന്ത്യക്കാർക്കാകാൻ പറ്റത്തില്ല. അമേരിക്കൻ കോട്ടിടാം, അമേരിക്കൻ ടൈ ഇടാം, അമേരിക്കക്കാരൻ മാത്രം പ്രസിഡൻ്റ് ആകാൻ പറ്റും ക്രിസ്ത്യന്, ഇന്ത്യക്കാരനാകരുത് ക്രിസ്ത്യൻ പ്രസിഡൻറ്റ്. അവർക്ക് മാത്രം അതൊക്കെ സ്വർഗീയമാണ്, നമുക്ക് മാത്രം അത് പിശാചുമാണ്. അമേരിക്കയിൽ ആരെ ക്രിസ്ത്യൻസ് അല്ലാത്തതിൻ്റെ അതിരിക്കുന്നവന്മാർ വേറെ ജാതി ഇല്ലാത്തതുകൊണ്ടാണോ? അവിടെയുണ്ട്. ഇപ്പം ന്യൂയോർക്കിൻ്റെ പിന്നെ ചുമതല മംദാനിക്ക് പോകുന്നുണ്ട്. ഓക്കെ സാറേ, തിരിച്ചു വന്നാൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ് വേറെ ലെവലിലേക്ക് പോയി. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതിന് മൈൽസ് മൺട്രോ, ബഹാമസുകാരനായിട്ടുള്ള മൈൽസ് മൺട്രോയുടെ ടീച്ചിങ്സാണ് സാർ ഈ പറഞ്ഞതെന്നാണ് ഒരാൾ, ഒന്നിലധികം പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത്.
എന്തോ സംഭവം സാറിന് ഇത് അറിയാവോ? ഇയാളെ അറിയാവോ? മൈൽസ് മോൺറോ എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. കിങ്ഡം പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ പ്രിൻസിപ്പിൾസ്, രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് കുറെ പഠിപ്പിക്കുന്നതാണ്. നല്ല പഠിപ്പിക്കുന്ന, മരിച്ചുപോയി നല്ലോണം പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ മൈൽസ് മോൺറോ പഠിപ്പിക്കാത്ത പല രീതിയിലുള്ള തലത്തിലുള്ള വെളിപ്പാടുകളും ദൈവത്തിൻ്റെ വെളിപ്പാട്, ഇപ്പം നമ്മൾ ആത്മാവായി ജീവിക്കുക, ആത്മമണ്ഡലം എന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കൂടുതൽ വീഡിയോസും നമ്മൾ കാണാറില്ല, വല്ലപ്പോഴും ഒക്കെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ബുക്ക് ഞാൻ വായിക്കുന്നത് സ്മിത്ത് വാച്ച്മാനിയുടെയാണ്. വാച്ച്മാനിയുടെ ആദ്യത്തെ ഞാൻ വായിക്കുന്ന പുസ്തകം റിലീസ് യുവർ സ്പിരിറ്റ് എന്നുള്ളതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് ഒരു ഫസ്റ്റ് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഈ പുസ്തകം കിട്ടി, റിലീസിങ് ഓഫ് യുവർ സ്പിരിറ്റ്. എൻ്റെ അവിടുന്ന് തുടക്കം വായിച്ച് പിന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നീ സ്പിരിറ്റാണെന്നും ഈ നിൻ്റെ ഉള്ളിൽ വരുന്ന പരിശുദ്ധാത്മാവിനെ കംപ്ലീറ്റ്ലി ഈ ശരീരത്തെ കംപ്ലീറ്റ്ലി ഡെഡാക്കിക്കൊണ്ട് നിൻ്റെ കൈ, നിൻ്റെ കാൽ, നിൻ്റെ കണ്ണ്, നിൻ്റെ വായ് പരിശുദ്ധാത്മാവിനെ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു വെളിപ്പാടാണ് അത് വരുന്നത്. മനസ്സിലായല്ലേ? അതിൽ നിന്നാണ് എൻ്റെ തുടക്കവും ഇതിൻ്റെ പഠനമൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇടയ്ക്ക് മൈൽസ് മോൺറോയോട് കേട്ടിട്ടുണ്ട്, ഈവൻ TD ജെയ്ക്സിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്, പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ദൈവരാജ്യത്തിലേക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി ഈ ആശയങ്ങൾ വന്നത് അങ്ങനെയൊന്നുമല്ല. ഞാൻ എൻ്റെ പ്രസംഗം മൊത്തം സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ഇതിൻ്റെ ആഴമായ ടീച്ചിങ്ങാണ് നമ്മുടെ. എൻ്റെ ഏത് പ്രസംഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡീൻ്റെ മെസ്സേജ് തന്നെ ആയിരിക്കും എല്ലാത്തിലും കിടക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു 18 വർഷത്തോളമായി അത് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ സ്പിരിറ്റ് ആണെന്നും. ഈ ദേവദാസന്മാരാരും നിങ്ങളെ എതിർത്തില്ല ഇതുവരെ? ഇതിൻ്റെ അകത്ത് എതിർക്കേണ്ട കാര്യം, നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുന്ന് കേൾക്കാനുള്ള ഇതേ ഉള്ളൂ. അതിനകത്ത് എതിർപ്പൊന്നും ആർക്കും അതാണ്. കാരണം ബിബ്ലിക്കല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മൊത്തം ബൈബിളിൽ നിന്ന് എടുത്തും വചനം വെച്ചു എക്സാമ്പിൾ വെച്ചുമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡെലിവറൻസ് അല്ല പ്രസംഗിക്കുന്നത്, നമ്മൾ രാജ്യം പ്രസംഗിച്ച് കഴിയുമ്പോൾ താനേ ഡെലിവറൻസ് ഉണ്ടാകും. രാജ്യം പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് വരുന്ന ഭൂതങ്ങൾ ഇളകിപ്പോകുന്നതും അവിടെ വരുന്ന ഗിഫ്റ്റ് എക്സർസൈസിങ് ഭയങ്കരമാണ്. ഇപ്പോൾ ഇന്നർ ഹീലിംഗ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ മനസ്സിനെ കംപ്ലീറ്റ്ലി നമ്മൾ പുതുക്കം പ്രാപിക്കുക എന്നുള്ള ഒരു ടീച്ചിങ് കൊടുത്ത് വരുമ്പോഴത്തേക്കിന് ആ പഴയ മനസ്സിൻ്റെ അകത്ത് കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാം വിട്ടുപോകും. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ജോലി യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 60 പറയുന്ന, അവൻ വരുമ്പോൾ മുറിഞ്ഞ ഹൃദയത്തെ അവൻ കെട്ടും, ബ്രോക്കൺ ഹാർട്ടഡ്, ഹി ഹീൽസ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് വന്നിട്ട് ആദ്യത്തെ പണി ചെയ്യുന്നത് മുറിഞ്ഞ ഹൃദയത്തെ കെട്ടുവെന്ന്? കാരണം ഹൃദയം മുറിഞ്ഞിരുന്നാൽ ഈ പുള്ളിക്ക് ഒരു പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. ബ്രോക്കൺ ഹാർട്ടിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് പറയുന്നത് വിശ്വസിക്കാനേ പറ്റത്തില്ല. അവൻ അതിനെ കെട്ടി അവിടെ അവിടെ പറയുന്നത് ദുഃഖാത്മാവിനെ എന്നാണ് പറയുന്നത്. അപ്പം ദുഃഖവും ആത്മാവാണ്. ദുഃഖാത്മാവിനെ എടുത്തു കളഞ്ഞ് സന്തോഷത്തിൻ്റെ തൈലം, ഓയിൽ ഓഫ് ജോയ്, അതിനെ ഒഴിച്ച് അവനെ പൂർണ്ണമായി സ്വാതന്ത്ര്യമാക്കുമെന്ന് പറയുന്നത്. എല്ലാം മനസ്സിൻ്റെ തലത്തിലാണ് ഇതെല്ലാം കംപ്ലീറ്റ്ലി മൈൻഡാണ്. യേശു പറഞ്ഞു, കഷ്ടപ്പെടുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. അതാ എല്ലാവർക്കും അറിയാവുന്നത്. അതിൻ്റെ അടുത്ത വാക്യം ആർക്കും അറിയത്തില്ല. 29ാമത്തെ വാക്യം അതിൻ്റെ ബാക്കി പറയുന്നത്, എൻ്റെ ടീച്ചിങ്സ് ലഘുവും മൈ ടീച്ചിങ്സ് ആർ സോ മൃദുവുമാകുന്നു, അതിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്ന് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് യുവർ സോൾ, യുവർ മൈൻഡ് വിൽ ഗെറ്റ് റെസ്റ്റ്. പക്ഷെ മലയാളത്തിലല്ല ആത്മാവിന് വിശ്രാന്തി നൽകുമെന്നാണ് പറയുന്നത്. പക്ഷെ ആത്മാവല്ല, നമ്മളുടെ മനസ്സിന് വിശ്രമം നൽകും. ഓക്കെ, അടുത്തതിൽ എന്തോ പറയാൻ പോകുന്നത്? നീതി, ദൈവരാജ്യവും നീതിയാണ് യേശു പറഞ്ഞത്. ദൈവരാജ്യം, നീതിയും സമാധാനവും അല്ല, അങ്ങനെയല്ല യേശു പറഞ്ഞത്. ഞങ്ങൾ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് തിന്നുമെന്ന് ജനം ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു പറഞ്ഞു, ആദ്യം നിങ്ങൾ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം കിട്ടും. അപ്പോൾ ഈ രാജ്യം അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നീതി അതിനെക്കാട്ടിലും വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായി
പാസ്റ്റർ വിനോദ് ചാക്കോയോട് പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഇതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ വിശദമായി തന്നെ ആ കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എത്രത്തോളം എൻ്റെ പ്രേക്ഷകർക്ക് അതിനെ കൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ദൈവരാജ്യം, അതോടൊപ്പം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ചാണ് കേട്ടത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ നീതിയെക്കുറിച്ച്, നമ്മൾ അന്വേഷിക്കേണ്ട നീതി എന്താണ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിൽ നാം അന്വേഷിക്കേണ്ട നീതി എന്താണ്.